ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വിട്ടോപ്പിയ. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ പുതിയ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് ധ്യാൻ ശ്രീനിവാസൻ. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രാഹുൽ ആൻഡ് ഇന്ദ്രനീൽ. ഇവർ തന്നെയാണ് ഇതിന്റെ എഴുത്തും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ എഡിറ്റിംഗ് സ്റ്റാർസിൽ ഒരാളായ ചമൻ ചാക്കോ. സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരുമ്പോൾ രണ്ടുപേരെയാണ് കാണുന്നത്, പ്രേം കൃഷ്ണ അക്കാട്ട് ആൻഡ് ശ്രയന്തി ഹരിചരൻ. സിനിമ ഒരു കുഞ്ഞിരാമായണം അല്ലെങ്കിൽ മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു ഗ്രാമം, അവിടെ നടക്കുന്ന ഒരു കഥ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ആ ഒരു കാലഘട്ടം, അതായത് ഈ സിനിമകളിലൊക്കെ തന്നെ ഒരു റിട്രോ കാലഘട്ടമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതായത് ഒരു 80s അവസാനം അല്ലെങ്കിൽ 90s ഒരു തുടക്കമൊക്കെ പോലെ തോന്നിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഈ സിനിമയിലും വരുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ടോണ്, ഇതിൻ്റെ ഒരു കഥാപശ്ചാത്തലം, ഇതിൻ്റെ ഒരു ഗ്രാമം, ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞുള്ള സിനിമകൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഹ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയായിരിക്കും നമ്മളിത് കണ്ടു തുടങ്ങുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു പ്രമുഖ റിവ്യൂവർ പറഞ്ഞതുപോലെ പലരും ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ചിരിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന രീതിയിൽ എനിക്കും ഒരുപാട് ഇടത്തൊന്നും ചിരിയൊന്നും തോന്നിയില്ല. പക്ഷെ അവിടെ പലരും ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ സർപ്രൈസ് ചെയ്തത്, എനിക്ക് എൻഗേജിങ് ആയിട്ട് തോന്നിയത് സത്യത്തിൽ ഇതിൻ്റെ ഒരു ത്രില്ലർ എലമെന്റ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ഈ കോമഡി അല്ലെങ്കിൽ ഇതേപോലെയുള്ള കഥാപാത്രങ്ങളാണ് ഒരു ലൈറ്റായിട്ട് പറഞ്ഞു പോകുന്നതാണെങ്കിലും ഇതിനൊരു ത്രില്ലർ എലമെന്റ് ഉണ്ട്. ഒരു സീരിയൽ കില്ലർ പിക്ചറിലേക്ക് വരുന്നിടത്ത് വളരെ ലൈറ്റായിട്ട് ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ വെച്ചിട്ട് കഥ പറഞ്ഞ് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ കാര്യമായിട്ടാണ് തോന്നുന്നത്. അത്രത്തിൽ ഈ സിനിമയിൽ ഒരു നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു യൂണിവേഴ്സിലേക്ക് ഒരു സീരിയൽ കില്ലർ വരിക, അപ്പം അത് ഈ ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, സിനിമയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ ഈ പറയുന്ന ഒരു എലമെന്റ് ആണ്. അതായത് സിനിമ ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പല പാളിച്ചകളും പാകപ്പിഴകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും സിനിമ ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാനും അത് അവസാനം വരെ ഒരു പക്ഷേ ഒരു ത്രില്ലർ എലമെന്റ് അതിനകത്തിൽ കാത്തു സൂക്ഷിക്കാനും ഇതിന്റെ മേക്കേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസനെ നമുക്കറിയാം. ഇതിന്റെ ട്രെയിലറുകളിലൊക്കെ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നൊക്കെ പറഞ്ഞാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊക്കെ നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രവും അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് പുള്ളിയുടെ ഈ ഒരു ആക്ടർ ഒരുപക്ഷെ അയാൾ ചെയ്തേക്കുന്ന മുൻ സിനിമകളെക്കാൾ ഉപരി ചെയ്തിരിക്കുന്ന ഇന്റർവ്യൂസ് കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക, ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. ആ പേഴ്സണാലിറ്റി വെച്ചിട്ട് വളരെ ബിലീവബിളായിട്ട് ഒരു കഥാപാത്രം തോന്നുന്നതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. അത്തരത്തിൽ ഈ ധ്യാൻ ശ്രീനിവാസന്റെ ഈ കഥാപാത്രത്തെ നമുക്ക് ബിലീവബിൾ ആക്കുന്നത് തന്നെയാണ്. ഇവൻ വലിയ കഥയില്ലാത്ത ഒരുത്തനാണ്, എന്നാൽ ഇവനെ കൊണ്ട് പലതും പറ്റും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ ഒരു കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അത് ധ്യാൻ ശ്രീനിവാസന്റെ ഹ്യൂമറൊക്കെ അവിടെയിടങ്ങളിലൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. പുള്ളിക്ക് അത് ഈസിലി ആ ഒരു കോമിക് റിലീഫ് ആകാനും പറ്റുന്ന ഒരു ആളാണ്. അപ്പം ഈ ഉജ്ജ്വലൻ എന്ന് പറയുന്ന ഈ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക്, അതായത് മിന്നൽ മുരളി ഇതിലേക്കൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഈ സിനിമയിൽ പലയിടത്തും അങ്ങനെ ഒരു ഭയങ്കരമായ റെഫറൻസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇവരെങ്ങനെയാണ് ഇതിലേക്ക് ക്ലബ് ചെയ്യാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലബ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മെയിൻ പോരായ്മ എന്ന് പറയുന്നത് മിന്നൽ മുരളി അല്ലെങ്കിൽ ആ ഒരു സിനിമയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അതായത് ആ ഗ്രാമം അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ കുറേ ആൾക്കാർ, ഈ സൈഡ് ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള പെർഫോമൻസ്, അത് അത്രത്തോളം ഒന്നും ഭയങ്കര എൻഗേജിങ് ആയിട്ടോ എൻജോയബിൾ ആയിട്ടോ ഒന്നും ഇതിലേക്ക് അധികമൊന്നും അത്തരത്തിലെ മൊമെന്റ്സ് കാണുന്നില്ല. പക്ഷേ ആൾക്കാർ ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിനകത്തിൽ കാസ്റ്റിങ്ങിൽ ഒരു കുഡോസ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പെർഫോം ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുകൾ, അവരെയൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് ഈ സിനിമയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരെയൊക്കെ അറിയാവുന്നവർക്ക് അവരെയൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർ വിസിൽ ചെയ്യുന്നത് പോലും കാണുന്നുണ്ട്. അവരൊക്കെ ഏതാണ്ട് ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കഴിവുള്ള ആൾക്കാരെ ഇതേ സിനിമയിലേക്ക് റിക്രൂട്ട് ചെയ്ത് അവരെ പ്ലേസ് ചെയ്ത് അവരൊക്കെ അത് ഒരു ഭയവുമില്ലാതെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട 1-2 ക്യാരക്ടേഴ്സ് പറയാനുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഈ സിനിമയിൽ പെർഫോം ചെയ്തതിൽ എനിക്ക് കോട്ടയം നസീർ. പുള്ളി ഓരോ സിനിമ കഴിയുമ്പോഴും പുള്ളിയുടെ ആ ഒരു ലെവലെന്ന് പറയുന്നത് വേറെ ലെവൽ മേളിലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയിലും ഈ സിനിമയുടെ ഒരു സ്വഭാവവും ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു രീതിയും ഒക്കെ വെച്ചിട്ട് ആപ്റ്റാണ്. പുള്ളിയുടെ ആ ഒരു മാനറിസങ്ങളും പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും എല്ലാം പുള്ളി വേറെ ലെവലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ റോണിയുടെ കഥാപാത്രം എന്ന് പറയുമ്പോൾ പുള്ളിയെ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത രീതിയിൽ മൊത്തത്തിൽ ഒരു കോമാളി പോലീസ് ആയിട്ടാണ് റോണി എത്തുന്നത്. റോണിയുടെ കഥാപാത്രത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചില സീക്വൻസുകളിൽ, അതായത് ഈ ഒരു ട്രാക്കിൽ നിന്നൊന്ന് മാറി ഹൈലി ഇമോഷണലായിട്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് ആയിട്ടൊക്കെ പറയുന്ന ചില സീക്വൻസുകളൊക്കെ വരുന്നുണ്ട്. അതായത് അതിനൊരു ഡെപ്ത് കുറവായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സിജു വിൽസൺ ഒരു ടിപ്പിക്കൽ ഒരു ക്ലീഷേ പോലീസ് ഓഫീസർ ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഇതിനകത്തിലേക്ക് വരുന്നത്. പക്ഷേ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ ഒരു സിഗ്നേച്ചർ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റി എന്ന് തന്നെയാണ് തോന്നുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ധ്യാൻ ശ്രീനിവാസിന് ഓപ്പോസിറ്റായിട്ട് ഒരു ഈക്വൽ വെയിറ്റേജ് ഉള്ള ഒരു കഥാപാത്രം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. ഈ വില്ലൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻട്രോ അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പാക്റ്റ് ആക്കാമായിരുന്നു. ഇതിൻ്റെ BGM അങ്ങനെയൊക്കെ ഉള്ള ഏരിയയൊക്കെ കുറച്ചുകൂടെ ഒന്ന് രസകരമാക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ ട്വിസ്റ്റ്, ഇതിന് അവസാനം വരുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ട്വിസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. ആ ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്നത്, നിങ്ങളൊരു സിനിമ ഭുജിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ പ്രഡിക്റ്റബിൾ ആണ്. ഇതിലെ പല കാര്യങ്ങളും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനെ പോലെ തന്നെ നിങ്ങളും പ്രഡിക്റ്റ് ചെയ്യും. അതൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ വരികയും ചെയ്യും. അല്ലാതെ നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ട് വലിയ സീരിയസ് ആയിട്ട് സിനിമയൊന്നും കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ ഈ സിനിമ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മൊത്തത്തിൽ സിനിമയ്ക്ക് ഈ പറയുന്ന രീതിയിൽ കുറച്ച് പോരായ്മകളുണ്ടെങ്കിലും ഇത് ത്രൂ ഔട്ട് ഒരു കോമഡി ഭയങ്കരമായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ത്രില്ലർ എലമെൻറ്റ് ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ ത്രൂ ഔട്ട് എൻഗേജിങ് ആണ്. ഇതിൻ്റെ ഒരു അവസാനം വരുമ്പോഴത്തേക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ഒരു ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഒരു പാക്കേജ് എന്ന ഒരു മൊത്തത്തിലൊരു പാക്കേജിലേക്ക് വരുമ്പോൾ സിനിമ വളരെ നല്ലൊരു സിനിമയായിട്ടാണ് തോന്നുന്നത്. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി എബോ ആവറേജ് സിനിമയായിട്ട് നമുക്ക് ഇതിനെ കരുതാം. പിന്നെ സിനിമയിൽ ഗംഭീരമായിട്ടും തോന്നിയത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിൻ്റെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ഇത് നമ്മളിലേക്ക് പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതിയൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്, ഗ്രാൻഡായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വിഷ്വൽസ്, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, ഇതിൻ്റെ എഡിറ്റിംഗ് ഇതൊക്കെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ആസ്വാദനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അത്തരത്തിൽ ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സിനിമയിൽ കുറച്ചുകൂടെ മേളിൽ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇതൊരു കുഞ്ഞിരാമായണം അല്ലെങ്കിൽ മിന്നൽ മുരളി ആ ലെവലിലേക്ക്, ആ സിനിമകൾ നിൽക്കുന്ന ഒരു ലെവലുണ്ടല്ലോ അവരിലേക്ക് വന്നില്ലെങ്കിലും ഇതൊരു തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അത്ര ബോറടിക്കാത്ത, നല്ല ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ.